വാത്സല്യമുള്ള ഞങ്ങളുടെ അക്കാഡമി ഡയറക്ടർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്യധികമായ സന്തോഷവും ആനന്ദവുമാണ് എനിക്ക് ഉള്ളത്. പ്രത്യേകിച്ചും ഈ സ്ഥാപനം 3 പതിറ്റാണ്ടായി ഈ പ്രദേശത്തിന് ഉജ്ജ്വലമായ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. എവിടെ ഈ പ്രദേശത്തുള്ളവരോട് ചോദിച്ചാൽ എവിടെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്റ്റെല്ല മാരിസിലായിരുന്നു എന്നാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിലാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ നന്നായിട്ട് പരിശീലിപ്പിക്കുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നല്ലൊരു നേതൃത്വം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പ്രബുദ്ധരായ നമ്മുടെ അധ്യാപകർ, അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ സഭയ്ക്ക് ആകമാനം ഒരു നന്മയാണ്. കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ശുശ്രൂഷകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിദ്യാഭ്യാസവും ആതുര സേവനവും സാമൂഹ്യ സേവന മേഖലകളും. ഈ 3 കാര്യങ്ങളിൽ സഭയ്ക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭകളുടെ ശുശ്രൂഷയെ ഇകഴ്ത്തിയും അതുപോലെ തന്നെ മറ്റു രീതിയിൽ ദുർവ്യാഖ്യാനിച്ചുമൊക്കെ ആളുകൾ പലതരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിലും ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ വെള്ളി വെളിച്ചം നൽകി വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തെ മുഴുവൻ രൂപപ്പെടുത്തുകയും വാർത്തെടുക്കുകയും ചെയ്യുന്നതിൽ അക്ഷീണമായ സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ, വളരെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. ഇവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല ശുശ്രൂഷകളും നല്ല രൂപീകരണവും നൽകുവാനായിട്ട് സാധിക്കുന്നു. ഈ വർഷത്തെ തന്നെയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവിടെ വളരെ ഉന്നതമായ നിലവാരത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ 10 കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോവുക, അവർക്ക് കുറെ കൂടി ഉന്നത വിദ്യാഭ്യാസത്തിന് സാധിക്കുന്ന തരത്തിൽ കുറെ കൂടി രൂപീകരണം നൽകുവാൻ സാധിക്കുന്ന ഒരു ഇടം, ഒരു സ്ഥലം. അങ്ങനെയാണ് വളരെ അധികം ബുദ്ധിമുട്ടിയാണെങ്കിലും സാമ്പത്തികമായ ഭാരങ്ങളുടെയും ഒക്കെ നടുവിലും പ്രകാരം ഒരു വലിയ ശുശ്രൂഷയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മദർ നമ്മളെ അനുവദിച്ചതും അതുപോലെ തന്നെ ഇങ്ങനെ പ്രകാരം നമുക്കൊരു നല്ല സ്ഥാപനം ഇവിടെ സംജാതമാകുകയും ചെയ്തത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ജീവിതകാലത്ത് പ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ അവിടുന്ന് അവരെ ഇങ്ങനെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിന്റെ എതിരായ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാകുന്നു. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീല ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വ്യാപാര
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതും മുൻകൈയെടുക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പിതൃവാത്സല്യത്തോടെ പറഞ്ഞു തരികയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരി ഇന്ന് ഈ ബിൽഡിംഗ് ബ്ലസ് ചെയ്യുവാൻ വലിയ സന്തോഷത്തോടെ ഇവിടെ എത്തി എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു സന്ദേശം നൽകി ഈ നാടിനു വേണ്ടി ഈ സ്ഥാപനത്തെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് സ്വർഗീയ ജ്ഞാനത്തെ ഈ സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ അനുസ്മരിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. DM സെന്റ് മേരീസ് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ മേഴ്സി ജോൺ DM, ഈ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനം, ദീർഘവീക്ഷണത്തോടും കർമ്മോത്സുകതയോടും കൂടെ സമൂഹത്തിന്റെ അപസ്തോലിക പ്രവർത്തനങ്ങൾക്ക് നേതൃസ്ഥാനത്ത് നിന്ന് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട മദർ, സ്റ്റെല്ല മാരി സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്നാലാവുന്ന എല്ലാ സഹായങ്ങളും നൽകുകയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ കാര്യത്തിനും വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നു. നേരിട്ടുള്ള സന്ദർശനത്തിലൂടെയും ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ഈ സ്ഥാപനത്തിലെ ഓരോ കാര്യത്തിലും ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മദറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നിരണം മേഖലാ വികാരി സ്നേഹ ബഹുമാനപ്പെട്ട സ്കറിയ വട്ടമറ്റം അച്ഛന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം നൽകുന്നു. ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട അച്ഛൻ വലിയ താല്പര്യത്തോടെ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നിരണം സെന്റ് മേരീസ് ചർച്ച് വികാരി ഞങ്ങളുടെ ചാപ്ലയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിനു കൊച്ചുവിരയ്ക്കലച്ചൻ ഈ ദിവസങ്ങളിലൊക്കെയും ഇവിടെ കടന്നു വരികയും വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. സ്നേഹ ബഹുമാനപ്പെട്ട ബിനുവച്ചനോടുള്ള ഏറെ സ്നേഹത്തോടെയുള്ള നന്ദിയും അർപ്പിക്കുന്നു. ബദനി ദയറ സുപ്പീരിയർ ബഹുമാനപ്പെട്ട വർഗീസ് തൈക്കൂടുതലച്ചൻ, അച്ഛനോടൊപ്പം ആശ്രമത്തിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റു വൈദികർ, കടപ്പുറ സെമിനാരിയിലെ റെക്ടർ ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ, ബഹുമാനപ്പെട്ട ജോസി കുര്യാപ്പറമ്പിലച്ചൻ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നിരണം മേഖലയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികർ, നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിന് പ്രാർത്ഥനയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സെന്റ് മേരീസ് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ടീം മെമ്പേഴ്സ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ മറ്റു കോൺവെന്റുകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ പ്രത്യേകമായി ഞാൻ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ വലിയ ഒരു സ്നേഹമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട എസ്തേർ അമ്മ, എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമത്രേ. ഈ ബിൽഡിംഗ് പൂർത്തീകരണത്തിൽ കർത്താവിന്റെ കരങ്ങളായി തീർന്നത് പ്രിയപ്പെട്ട എഞ്ചിനീയർ ജോസ, സൂപ്പർവൈസർ ശരൺ, ഇതിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ വിവിധ പണികൾക്കായി ഇവിടെ കടന്നു വന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട ജോസാറിന് ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം സ്നേഹ ബഹുമാനപ്പെട്ട മദറിന്റെ പേരിലും സ്റ്റെല്ല മാരിസ് ഫാമിലിയുടെ പേരിലുമുള്ള പാരിതോഷികം നൽകുവാൻ പ്രിയപ്പെട്ട മദറിനെ ക്ഷണിക്കുകയും ജോസാറിനും ടീമിനോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മുൻ PTA അംഗങ്ങൾ, പേരന്റ് കമ്മ്യൂണിറ്റി, അതുപോലെ ഞങ്ങൾ കടന്നു ചെല്ലുന്ന പുളിക്കീട്, ആലഞ്ചുരുത്തി, കല്ലവടി സൗത്ത്, അതുപോലെ ഇടവകയിൽ നിന്നുള്ള അംഗങ്ങൾ, അതേപോലെ ഞങ്ങളുടെ അയൽവാസികൾ, വെൽവിഷേഴ്സ്, എല്ലാവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നാളുകളായുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ഫലം കൂടിയാണ് ഈ സ്ഥാപനം. നിങ്ങളുടെ പ്രയത്നത്തിന് സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സ്റ്റാഫ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്,
വളരെ കുറച്ചുപേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് സ്റ്റെല്ല മാരിസ് കഴിഞ്ഞ വർഷമാണ് +1 ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചത്. ഈ സ്ഥാപനത്തെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് 11 സ്റ്റുഡൻസ് ആണ് ഈ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തത്. ആ 11 പേരോടും എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുമുള്ള ഏറെ സ്നേഹത്തോടെയുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഈ വർഷം 10ലെ റിസൾട്ട് നൽകി, നല്ലൊരു റിസൾട്ട് നൽകി ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് ഉയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ എത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയില്ല. അവരോടും അതേപോലെ പല വിധത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെയും മറ്റെല്ലാ വിധത്തിലും ഞങ്ങളെ സഹായിക്കുന്ന, അതുപോലെ ഫ്ലവർ ഗേൾസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.